ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന രസകരമായ എന്നാൽ ഒട്ടും രസകരമല്ലാത്ത എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ നോറ ചെയ്തൊരു പ്രവൃത്തിയാണ്. ഇതിൽ ഞാൻ നോറയുടെ കൂടെയാണെന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിലേക്ക് ഓരോരോ ഫാമിലി വന്നുകൊണ്ടിരിക്കുകയാണ്. 70 ദിവസത്തോളമായി ബിഗ് ബോസ്, ഇനി കേവലം 30 ദിവസം മാത്രമേ ഉള്ളൂ. ഫാമിലി വരുമ്പോൾ അവരെ കാണുമ്പോൾ മത്സരാർത്ഥികൾക്ക് ഭയങ്കര സന്തോഷം, ആ സന്തോഷം കൊണ്ടുണ്ടാകുന്ന കണ്ണുനീരൊക്കെ, ആനന്ദ കണ്ണുനീരൊക്കെ ഉണ്ടാവാൻ സ്വാഭാവികമാണ്. ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാം. എന്നാൽ ഇവർ തിരിച്ചു പോകുമ്പോൾ അമിതമായ കരച്ചിലും അതൊരു അഭിനയമാണ്. കാണുന്നവർക്ക് ചിലർക്കൊക്കെ അവർ അരോചകമായി തോന്നുന്ന രീതിയിലാണ് പല മത്സരാർത്ഥികളും ചെയ്യുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അങ്ങനെ തോന്നുന്നുണ്ട് അത്തരം അമിതമായ കരച്ചിലിൻ്റെ ആവശ്യമുണ്ടോ? ഇനി കേവലം 30 ദിവസം കഴിഞ്ഞാൽ ഇവരൊക്കെ വീട്ടിലേക്ക് പോകുന്ന, ഇവർക്കറിയാം 100 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ് വന്നത്. വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. സമയം പോലും അല്ലെ ഫോണ് പോലും നോക്കാനോ അല്ലെ സമയം അറിയാനുള്ള ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയോട് കൂടി തന്നെയാണ് മത്സരാർത്ഥികൾ വരുന്നത്. എന്നാൽ വീട്ടുകാരെ കാണുമ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ അമിതമായ ഒരു സ്നേഹപ്രകടനം. എന്നാൽ അപ്സര അത്തരത്തിലുള്ള അമിത സ്നേഹപ്രകടനം കാണിക്കുക. എന്നാൽ പുറത്തേക്ക് പോകുന്ന ഭർത്താവിനെ യാത്രയാക്കി കഴിഞ്ഞതിന് ശേഷം അവിടെ നിലത്ത് വീണ് കരയുന്ന അപ്സരയെ കാണുമ്പോൾ നോറ നൈസായിട്ട് ചിരിക്കുന്നത്. ഇത് എന്ത് കളിയാണടേ എന്നുള്ള ഭാവത്തിൽ നോറ അവിടെ ചിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. നോറയും ഇങ്ങനെ കരഞ്ഞ് അഭിനയിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. ആ നോറയാണ് ഇന്നലെ അപ്സരയുടെ ഭർത്താവ് പോകുമ്പോൾ അപ്സര കരയുമ്പോൾ ചിരിച്ച അവിടെ എന്തോന്നിടയെന്നുള്ള ഭാവത്തിൽ ചിരിച്ച അവിടെ മിണ്ടാണ്ട് പോകുന്നത്. ബാക്കിൽ ജിൻഡോയും ചിരിക്കുന്നുണ്ട്. പല മത്സരാർത്ഥികളും ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഓവർ ആക്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.